ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആധാറിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ ആധാറുമായി മൊബൈൽ നമ്പർ ലിങ്ക് ആയിട്ടുണ്ടോ, ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അധികം ആളുകളും മൊബൈൽ ഫോൺ എല്ലാമാണ് യൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ നമുക്ക് ഇത് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ക്രോം ബ്രൗസർ എല്ലാം ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഗൂഗിൾ എന്നതിൽ പോയതിനു ശേഷം ഇവിടെ UIDAI എന്ന് സെർച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ ഈ UIDAI എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ലാംഗ്വേജ് എല്ലാം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ മലയാളം എല്ലാം അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് എന്നാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വെൽക്കം എന്നെഴുതി ഇതുപോലെ ഒരു പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വെരിഫൈ ഇമെയിൽ ഓർ മൊബൈൽ നമ്പർ എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ആധാർ സർവീസ് എന്നതിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു സ്ക്രീനാണ് ലഭിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക വെരിഫൈ മൊബൈൽ നമ്പർ എന്നത്. ഇപ്പോൾ ഇത് ഓൾറെഡി സെലക്ട് ആയിരിക്കുന്നുണ്ട്. സെലക്ട് ആവാത്തവർ ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എൻ്റർ ആധാർ നമ്പർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആധാറിൻ്റെ ആണോ മൊബൈൽ നമ്പർ ലിങ്ക് ആയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യേണ്ടത്, ആ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിന് താഴത്തായി എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. നമുക്ക് ഇത് ലിങ്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്രകാരം ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ മുകളിലായി ഒരു ക്യാപ്ച കോഡ് വരുന്നുണ്ട്. ഈ ക്യാപ്ച കോഡ് ഇത് താഴേക്ക് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഇപ്രകാരം നമുക്കിത് തെറ്റാതെ നമ്മൾ ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ദി മൊബൈൽ നമ്പർ യു ഹാവ് എൻ്റർഡ് ഡസ് നോട്ട് മാച്ച് വിത്ത് അവർ റെക്കോർഡ് എന്നാണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പർ ഈ ആധാറുമായി ഇവിടെ ലിങ്ക് ആയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മറ്റേതെങ്കിലും മൊബൈൽ നമ്പർ എല്ലാം ഉണ്ടെങ്കിൽ ആ നമ്പറിലാണോ നിങ്ങളുടെ ആധാർ ഇത് ലിങ്ക് ആയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യുക. അതിനാൽ തന്നെ വീണ്ടും നമുക്കിവിടെ മറ്റൊരു മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. അതായത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ മൊബൈൽ എല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്രകാരം നിങ്ങൾക്ക് മറ്റൊരു മൊബൈൽ നമ്പർ എല്ലാം എൻ്റർ ചെയ്ത് നോക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ ഈ ക്യാപ്ച കോഡ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വെരിഫിക്കേഷൻ OTP ഹാസ് ബീൻ സെൻഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ആധാർ നമ്പറിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്മൾ ഈ രണ്ടാമതായി കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ്. അതിനാൽ തന്നെയാണ് ഈ OTP നമുക്ക് ഇത് സെൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ മൊബൈൽ നമ്പറും ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഓരോന്നായി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന് കൊടുത്തു നോക്കാം. ഉദാഹരണമായി ചിലപ്പോൾ നിങ്ങൾ ആധാർ എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ സഹോദരിയുടെ സഹോദരൻ്റെ മൊബൈൽ നമ്പർ എല്ലാം ആയിരിക്കാം. അന്ന് നിങ്ങൾ കൊടുത്തത് ഓർമ്മയില്ല എങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ യൂസ് ചെയ്യുന്ന എല്ലാ മൊബൈൽ നമ്പറും ചെക്ക് ചെയ്ത് ഇതെല്ലാം എൻ്റർ ചെയ്ത് നിങ്ങൾ ഇപ്രകാരം ഇത് സബ്മിറ്റ് ചെയ്ത് നോക്കുക. ഇതിൽ ഏതെങ്കിലും മൊബൈൽ നമ്പർ ഈ ഒരു ആധാറുമായി ലിങ്ക്ഡ് ആണെങ്കിൽ നമുക്ക് ഇപ്രകാരം OTP എല്ലാം ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണ്. അതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ആധാറിൽ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ ഇത് ഏതാണ് എന്ന്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്